ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് അബൻഡൻസ്. അതെ, സമൃദ്ധി ഒരു മാനസികാവസ്ഥയാണ്. നമ്മൾ എപ്പോൾ വിശ്വസിക്കുന്നു പ്രപഞ്ചത്തിലെ അളവില്ലാത്ത സാധ്യതകളിൽ, അപ്പോൾ നമ്മുടെ മുമ്പിൽ വാതിൽ തുറക്കപ്പെടുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സമൃദ്ധി ലഭിക്കുന്നു. നാം എപ്പോഴും നന്ദിയുള്ളവരാകുമ്പോൾ ഭയം അപ്രത്യക്ഷമാകും. സമൃദ്ധി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. സമൃദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് പണം നേടുക എന്ന് മാത്രമല്ല. നമ്മുടെ ജീവിതത്തിൽ സമാധാനം, സ്നേഹം, ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, നന്ദിയുള്ളൊരു ഹൃദയം, നല്ല ഭക്ഷണം, നല്ല അന്തരീക്ഷം, ഇനി ഒട്ടേറെ കാര്യങ്ങൾ, ഇവയെല്ലാം സമൃദ്ധിയിൽ ഉൾപ്പെടുന്നു. വാർദ്ധക്യത്തിൽ വിളവെടുപ്പും മുൻകാല അനുഗ്രഹത്തിൻ്റെ ഓർമ്മയും സമൃദ്ധവുമാണ്. നമുക്കാവതുള്ളപ്പോൾ നമ്മുടെ സമൃദ്ധി ഇല്ലായ്മകളിലേക്ക് ഒഴുക്കാൻ ഒരു മനസ്സ് വേണം. സമൃദ്ധി നമ്മൾ നേടിയെടുക്കുന്ന ഒന്നല്ല, പകരം നാം ഹൃദയത്തിൽ സംഹരിക്കുന്ന ഒന്നാണ്. സ്വയം വിശ്വസിക്കുക, സമൃദ്ധി എന്നിലേക്ക് ഒഴുകുന്നു എന്ന്. അത് അങ്ങനെ സംഭവിക്കും. നിന്റെ ജീവിതം ഒരു അനുഗ്രഹമാണ്. വിശ്വസിക്ക്. സമൃദ്ധിയുടെ ഉറവിടം പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. നിന്റെ ഉദ്ദേശം, ചിന്ത, ശ്രദ്ധ, പ്രതീക്ഷ എന്നിവയിൽ നിന്നാണ് സമൃദ്ധി ഉടലെടുക്കുന്നത്. നമ്മിലുള്ള സമൃദ്ധിക്ക് എപ്പോഴും നാം പ്രപഞ്ചത്തോട് നന്ദി പറയുന്നതാണ്. നന്ദിയുള്ളവരാവണം. അത് നമ്മിലേക്ക് വീണ്ടും സമൃദ്ധിയുടെ വാതിൽ തുറക്കാൻ ഇടയാകും. നാം എപ്പോഴും കുറവ് മാത്രം ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ദരിദ്രനാണ്, ദാരിദ്ര്യമാണ്, ദാരിദ്ര്യത്തിൻ്റെ കീഴിലാണ്, ആരും സഹായത്തിനില്ല എന്ന് എപ്പോഴും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ അത് ആ ഒരു അവസ്ഥയിൽ തന്നെ തുടരാൻ ഇടയാകും. മറിച്ച് ഞാൻ ധനവാനാണ്, ഞാൻ സമൃദ്ധനാണ്, എനിക്ക് ഈ പ്രപഞ്ചം എല്ലാം തരും, എനിക്ക് നൽകൂ എന്ന് ഉറപ്പോടെ വിശ്വസിച്ചാൽ നമ്മൾ സമൃദ്ധി. പ്രപഞ്ചത്തോട് നമ്മൾ ഓരോന്നും ആവശ്യപ്പെടുന്നത് ഭയത്തോടും നിരാശയോടും കൂടെ ചോദിച്ചിട്ട് കാര്യമില്ല. പകരം വിശ്വാസത്തോടും കൂടെ ചോദിക്കണം. അപ്പനമ്മമാരോട് മക്കൾ ചോദിക്കുമല്ല, അതേപോലെ ചോദിക്കണം. നാം പ്രപഞ്ചത്തോട്, ഈശ്വരനോട് ചോദിക്കുമ്പോൾ നമ്മൾ മക്കൾ എന്ന പോലെ ചോദിക്കണം. നിരാശയോട് ചോദിക്കരുത്. സമർത്ഥമാകണമെങ്കിൽ ചിന്താഗതി മാറ്റണം. നമ്മൾ സ്വയം അതേ എന്ന് പറയുമ്പോൾ പ്രപഞ്ചം അതേ എന്ന് തിരിച്ചു പറയണം. സമർത്ഥമായി ജീവിക്കുന്നത് സ്വപ്നം കാണുമ്പോൾ നമ്മൾ അത് ആകർഷിക്കുന്നു. നമ്മുടെ മൂല്യം തിരിച്ചറിഞ്ഞ് ജീവിക്കണം. നമ്മുടെ ജീവിതം മുഴുവനും നമ്മുടെ ചിന്തയിൽ നടക്കുന്ന പ്രകടനങ്ങളാണ്. അത് മറക്കരുത്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ.